രാജേഷ് ചിറക്കൽ, നോക്കൂ, ഇവിടെ വിശ്വാസമാണോ തുല്യതയാണോ പ്രശ്നം, അല്ലെങ്കിൽ ഒരു സർക്കാരിന്റെ മുന്നിൽ, പ്രത്യേകിച്ച് LDF സർക്കാർ കേട്ടോ, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇപ്പോൾ മറ്റൊരു സർക്കാർ ആണെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു ചോദ്യം സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി പോലും വരില്ല. നോക്കൂ, ഇവിടെ ഒരു വിവേചനമുണ്ട് ശബരിമലയിൽ, അത് സ്ത്രീകൾക്കാണ്, ഈ പ്രായപരിധിയിലുള്ള സ്ത്രീകൾക്കൊരു വിവേചനം നേരിടുന്നുണ്ട് എന്ന് അവർക്ക് ഒരു തോന്നലുണ്ടാകുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിവേചനത്തെ അഡ്രസ്സ് ചെയ്യാൻ, അതിനെതിരെ പോരാടാൻ ആകെ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ആർക്കാണ്? അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കാണല്ലേ? അപ്പോൾ അതിന് നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ പോലും ഈ നിലപാടാണ് എടുക്കുന്നതെങ്കിൽ പിന്നീട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ സർക്കാർ അങ്ങനെ ഒരു നിലപാട് എടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അത് ആ ശബരിമലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന മെസ്സേജ് ഈ നിലപാട് മാറ്റത്തിലൂടെ കേരളത്തിലേക്ക് കൊടുക്കുക കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവിടെയാണ് പ്രശ്നം. അത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഡാമേജ് എത്ര വലുതാണ് ഈ നാടിന്റെ മതേതര ചേരിയിൽ? അല്ല, ഗോവിന്ദമാഷ് കൃത്യമായിട്ട് ഈ ചോദ്യത്തിനുള്ള മറുപടി ഗോവിന്ദമാഷ് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എനിക്ക് പറയേണ്ട കാര്യമില്ല. കാരണം ഇത്രയുള്ള കാര്യം, വിശ്വാസികൾക്കൊപ്പമാണ് എല്ലാ കാലത്തും ഇടതുപക്ഷം നിന്നിട്ടുള്ളത്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ പറയുന്ന ഒരു 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 അഭിപ്രായത്തിനുള്ളിൽ നിന്നുകൊണ്ട് അത് വിശദീകരിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളൊരു നേരത്തെ ഒരു വിധി എഴുതിയിരിക്കുകയാണ്. അത് അഫിഡവിറ്റ് കൊടുക്കുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും, ഇതായിരിക്കും, ഈ യു-ടേൺ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാട്. അത് പൂർണ്ണമായും ബൈനറി ഓപ്പോസിഷനിൽ നിന്നുകൊണ്ടായിരിക്കും എന്നുള്ള ഒരു നിലപാടാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ പാർട്ടി സെക്രട്ടറി, CPIM-ൻ്റെ സെക്രട്ടറി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പത്രക്കാരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. പാർട്ടി എല്ലാ കാലത്തും പാർട്ടി എന്നെടുത്ത നിലപാട് തന്നെയാണ് ഇന്നും ആ നിലപാട് മാറിയിട്ടില്ല. അങ്ങനെ വിശദീകരിക്കാൻ കഴിയുമോ? ഇപ്പോൾ നോക്കൂ, നാമജപവുമായി തെരുവിലിറങ്ങിയ വിശ്വാസികളാണെന്ന്, ശബരിമലയിൽ കയറാൻ വന്ന സ്ത്രീകൾ പറഞ്ഞ വിശ്വാസികളാണെന്ന്. ഇതിൽ ഏത് വിശ്വാസികൾക്കൊപ്പമാണ് പാർട്ടി? അതെ 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 അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യത്തിന് അതിനെ അസിത ചോദിച്ചില്ലെങ്കിൽ ഞാൻ അത് പറയുമായിരുന്നു. വിശ്വാസികൾക്കൊപ്പം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലുള്ള ഭൂരിഭാഗം വരുന്ന സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾ പലതരത്തിലുള്ള, ഞാൻ പറഞ്ഞല്ലോ, പലതരത്തിലുള്ള സാമൂഹികവും സാമുദായികമായി സംഘർഷമുണ്ടാക്കാനും വർഗീയത ഉപയോഗിച്ചുകൊണ്ട്, വർഗീയത ആളിക്കെത്തിക്കൊണ്ട്, കേരളത്തിലൊരു വർഗീയ സംഘർഷം ഉണ്ടായിക്കൊണ്ട് രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്തുന്നതിന് വേണ്ടി പല ശക്തികളും, ആ ശക്തികൾ എന്ന് പറഞ്ഞാൽ സമൂഹത്തെ പിന്നോട്ട് വലിക്കുന്ന ശക്തികളാണ്. സമൂഹത്തെ പിന്നോട്ട് വലിക്കുന്ന ശക്തികളാണ്. പഴയ ഫ്യൂഡൽ ബോധത്തിൻ്റെയും ജാതി ബോധത്തിൻ്റെയും എല്ലാം ഉള്ളിൽ നിൽക്കുന്ന, അതിപ്പോഴും അവരുടെ തലച്ചോറിൽ നിന്നും ഹൃദയത്തിൽ നിന്നും പഴയ ഫ്യൂഡൽ സ്വപ്നങ്ങളിൽ അഭിരമിക്കുന്ന കുറേ ആളുകളുണ്ട്. നിങ്ങൾ നോക്കണം, ഈ ശബരിമല ഘോഷയാത്രയിൽ ഏറ്റവും കൂടുതൽ ജാതീയമായി അധിക്ഷേപിക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്, അല്ലേ? മുഖ്യമന്ത്രിയുടെ ജാതീയമായി അദ്ദേഹത്തെ തെരുവിൽ വെച്ച് അധിക്ഷേപിക്കുകയുണ്ടായി. ഇവിടെ ആർക്കെങ്കിലും ഈ പറയുന്ന വിശ്വാസികളെന്ന് പറയപ്പെടുന്ന വേഷം കെട്ടി സംഘപരിവാർ ശക്തികൾ, RSS ശബരിമലയുടെ ഈ ആചാര സംരക്ഷണം പറയുന്ന ശബരിമലയിൽ ഈ വത്സൻ തില്ലങ്കരി അടക്കമുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്നു. ഏതൊക്കെ തരത്തിലുള്ള ഗൂഢപ്രവർത്തനങ്ങളാണ് ശബരിമലയിൽ നടത്തിയത്? ഏതൊക്കെ തരത്തിലുള്ള അഴിഞ്ഞാട്ടമാണ് അവിടെ ആ ശബരിമലയ്ക്കുള്ളിൽ നടത്തിയത്? നമ്മൾ കണ്ടതാണല്ലോ. ശബരിമലയിൽ നടത്തിയത് ഈ RSSൻ്റെ നേതാക്കന്മാരടക്കമുള്ള ആളുകൾ, ശബരിമലയെ സംരക്ഷിക്കുന്നു വിശ്വാസികളാണെന്ന് പറഞ്ഞ ആളുകൾ, ഈ പറയുന്ന രാഹുൽ ഈശ്വര അടക്കമുള്ള ആളുകൾ പ്ലാൻ എയും പ്ലാൻ ബിയുമായി അദ്ദേഹം പറഞ്ഞില്ലേ? പ്ലാൻ എയും പ്ലാൻ ബിയും പറഞ്ഞില്ലേ അദ്ദേഹം? പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞില്ലെന്ന് പറയണം. പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയനും 10,000 പോലീസുകാരും അതുകൊണ്ടാണ് നിങ്ങൾ തോറ്റത്. നിയമത്തിന്റെ മുന്നിൽ ഇപ്പോഴും ആരാണ് രാഹുൽ ജയിച്ചു നിൽക്കുന്നത്? അതെന്തോ ആയിക്കോട്ടെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. രാഹുൽ ഒരു മിനിറ്റ് പറയൂ. രാഹുൽ ബഹുമാന്യായ സുഹൃത്ത് രാഹുൽ ഈശ്വർ, നിങ്ങൾ കേൾക്കണം. ഇത് ഏതെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിക്കുന്ന ഒരു കാര്യമല്ല. അല്ല രാജേഷ്, രാഹുൽ ചോദിച്ചതിൽ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു തുടങ്ങിയതിൽ വൈരുദ്ധ്യവും അതാണ്. ഞാൻ ഇടപെടേണ്ടെന്ന് കരുതി അപ്പോൾ മിണ്ടാതിരുന്നു എന്നത് മാത്രമേ ഉള്ളൂ. നോക്കൂ, സർക്കാർ ആ നിലപാടിൽ നിന്ന് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ, അല്ലേ? പിന്നീട് എന്താണ് ഒരു സ്ത്രീക്കും അവിടേക്ക് കയറാൻ കഴിയാത്തത്? സർക്കാർ എന്താണ് സംരക്ഷണം നൽകാത്തത്? മണ്ഡലകാലത്ത് സ്ത്രീകൾ വരേണ്ടതില്ല എന്ന അപ്രഖ്യാപിത നിലപാടെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാര്യം. രണ്ട്, ഞാൻ മുൻപ് ചോദിച്ച ചോദ്യം, ഏത് വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാർ? താങ്കൾ ഇങ്ങനെ പരത്തി പറയാതെ മറ്റോ ഒരു പഴയ സിനിമയിൽ പറയുന്നത് പോലെ എന്തുകൊണ്ട് തോറ്റു എന്ന് ലളിതമായി അങ്ങ് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നത് പോലെ ഏത് വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാർ എന്നത് ലളിതമായി അങ്ങ് പറഞ്ഞുകൂടെ? അല്ല, ഇവിടെ തോൽവിയുടെയും വിജയത്തിന്റെയും പ്രശ്നം എന്താണ്? അത് എനിക്ക് മനസ്സിലാകാത്തത്. അത് തോൽവിയുടെയും വിജയത്തിന്റെ ഒരു പ്രശ്നമില്ല ഇവിടെ. തോൽവിയുടെയും വിജയത്തിന്റെ പ്രശ്നമാണോ അത്? ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ തോക്കുക ജയിക്കുക എന്നുള്ളതിനനുസരിച്ചാണോ നിലപാട്? നിങ്ങൾ കാണിച്ചല്ലോ ഇപ്പം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അല്ലല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തോടൊരു സംശയമാണ്. അദ്ദേഹം ഉത്തരം പറഞ്ഞാൽ അത് ക്ലിയർ ആവും. അദ്ദേഹം വഴങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിനെയോ
ഒരു സ്ത്രീ വന്ന് നാളെ നിങ്ങൾ ഈ ഫൈനൽ വെർഡിക്റ്റ് വരുന്നോടം വരെയുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ. നാളെ ഒരു സ്ത്രീ വന്ന് നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിനെ സമീപിക്കുകയാണ്, ശബരിമലയിൽ പ്രവേശിക്കണം, അതിനാവശ്യമായ പോലീസ് പ്രൊട്ടക്ഷൻ നൽകണമെന്ന്. നിലവിലെ അവസ്ഥയിൽ മറിച്ചൊരു വിധി വരുന്നോടം വരെ നിയമം അതിനനുകൂലമാണല്ലോ. നിങ്ങളുടെ സർക്കാർ ആ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുമോ? രാജേഷ് പറഞ്ഞോളൂ. അല്ല, അതൊരു ചോദ്യമായിട്ട് അത് ചോദ്യത്തിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ലാക്കുണ്ടെന്നുള്ളതല്ലാതെ അതിലൊന്നും അങ്ങനെ ഒരു ആരും വരാത്ത സ്ഥിതിക്ക് സാങ്കല്പികമായ ചോദ്യം പറഞ്ഞിട്ട് കാര്യമില്ല. സാങ്കല്പികമായ ഒരു ചോദ്യം ചോദിച്ചിട്ട് അത് ഞാൻ എങ്ങനെ ഉത്തരം പറയുന്നത്? വരട്ടെ, വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല. വരാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് ഞാൻ എങ്ങനെ മറുപടി പറയും? ഇല്ലാത്ത കാര്യത്തെ കുറിച്ചല്ല, ഉള്ള കാര്യത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വരട്ടെ, അല്ല വരട്ടെ, നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് കടകംപള്ളി സുരേന്ദ്രൻ. അദ്ദേഹം ശക്തിയുക്തം പറഞ്ഞു ശബരിമലയിലെ സുപ്രീം കോടതി വിധി ന്യായം തെറ്റാണ്. ആ നല്ല സഖാവിന്റെ മാതൃക കാണിക്കൂ. അതേപോലെ കോൺഗ്രസിലെയും BJP നേതാക്കൾ പറഞ്ഞു. കടകംപള്ളി സാറ് മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവല്ലേ, അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയായിരുന്ന ആളല്ലേ? അയ്യപ്പ സംഗമത്തിന്റെ ദിവസം അദ്ദേഹം എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞു ശബരിമലയിലെ സുപ്രീം കോടതി വിധി ന്യായം. പക്ഷേ ശ്രീ രാഹുൽ ഈശ്വർ, ശബരിമലയിൽ ആ വിധിന്യായം എഴുതിയ ബെഞ്ചിൽ ആരും കമ്മ്യൂണിസ്റ്റുകാർ ഇല്ലായിരുന്നു. എന്നിട്ടും അങ്ങനെ ഒരു വിധിന്യായമാണ് എഴുതിയത്. അത് ഓർക്കണം. ഞാൻ വരാം. രാജേഷിന്റെ സമയമാണ്. രാഹുലും വസന്തും ഒക്കെ എടുത്തത്. രാജേഷ് പറഞ്ഞു പൂർത്തിയാക്കും. സമയമാണ് ഈ രാഹുൽ അഡ്വക്കേറ്റ് വസന്ത് ശ്രീയക്കും രാഹുൽ ഈശ്വരി എന്റെ സമയമാണ്. എനിക്കാണെങ്കിൽ ഒരു 7:50 ആകുമ്പോൾ ഈ ചർച്ചയിൽ നിന്ന് പോകേണ്ടതുണ്ട്. അപ്പൊ അതായത് ഇത് കേരള ഗവൺമെന്റ് എടുത്ത നിലപാടല്ല. സുപ്രീം കോടതി 2018 സുപ്രീം കോടതി വിധിയാണിത്. മനസ്സിലായില്ലേ? സുപ്രീം കോടതിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അല്ലാതെ കേരള ഗവൺമെന്റിന് ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ താല്പര്യപ്പെടുകയും കേരള ഗവൺമെന്റിന്റെ നിർബന്ധ ബുദ്ധിയാലാണ് എന്ന് പറയുകയും ചെയ്യുക എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് കേരള ഗവൺമെന്റ് ചെയ്തത് എന്താണ്? അവിടെ സ്ത്രീകൾക്ക് പ്രവേശനത്തിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കേണ്ട ബാധ്യത ഗവൺമെന്റ് ഉണ്ടായിരുന്നു. അതാണ് ഗവൺമെന്റ് ചെയ്തത്. അതിൽ സാമൂഹ്യമായ വർഗീയ പിന്തിരിപ്പൻ ശക്തികൾ അതിനകത്ത് ഇതിന് ഒരു സുവർണാവസരമായി കണ്ടുകൊണ്ട് അവിടെ വലിയ സംഘർഷങ്ങൾ സൃഷ്ടിക്കാൻ കാരണമായി. അപ്പോൾ സംഘർഷങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകുമ്പോൾ ഒരു ഗവൺമെന്റ്, ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇടപെടേണ്ടതുണ്ട്. സാമൂഹ്യമായ തുല്യതയും സാമൂഹ്യമായ സമാധാനവും വളരെ പ്രധാനമാണ്. ഈ 10 വർഷക്കാലം ഒരു വർഗീയ സംഘർഷം പോലും ഇല്ലാതെയാണ് ഈ LDF ഗവൺമെന്റ് അതിന്റെ അധികാരത്തിൽ നിന്ന് ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ രാജേഷ്, താങ്കൾ ഇത്ര സമയം പറഞ്ഞതിൽ നിന്നാണ്. അപ്പോൾ ഈ സാമൂഹികമായ സമാധാനത്തെ കുറിച്ചൊക്കെ താങ്കൾ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, അപ്പോൾ അത് മുൻ നിലപാടിനെ ആധാരമാക്കിയായിരിക്കണമല്ലോ ഇപ്പോൾ അത് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ അന്നെടുത്ത ആ തീരുമാനം തെറ്റായി പോയി. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുൻപ് പറഞ്ഞ നിലയിൽ ഒരു വലിയൊരു ചേരിതിരിവ്, വർഗീയ വിഭജനം ഇവിടെ ഉണ്ടായത് എന്നിപ്പോൾ വിലയിരുത്തലുണ്ടോ? സ്വയം എന്ന് ചോദിക്കുന്നത് വർഗീയ വിഭജനം ആരാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്? ഈ ഒരു വിഷയത്തിൽ ആചാര സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി വിധിയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി സ്വാഭാവികമായി ഒരു ജനാധിപത്യ ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം കാണിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് കോടതിയുമായിട്ടോ വിശ്വാസി സമൂഹമായിട്ടോ ഒരു തരത്തിലുള്ള സംഘർഷപ്പെടാനും ഈ ഗവൺമെന്റ് ഉദ്ദേശിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? ഒരു തരത്തിലും ഉദ്ദേശിച്ചിട്ടില്ല, അല്ലേ? അപ്പോൾ എല്ലാ കാലത്തും വിശ്വാസികളോടൊപ്പം നിൽക്കുന്നു. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇത് ചരിത്രമാണ്. ഇത് ചരിത്രത്തിൽ എഴുതപ്പെടും. കാരണം എന്താണ് സംഭവിച്ചത്? എന്താണ് ഇതിൻ്റെ പേരിൽ ഫ്യൂഡൽ ബോധം മനസ്സിൽ തങ്ങിയ ജാതിവാദികളായിട്ടുള്ള ആചാരത്തിൻ്റെ പേരിൽ അനാചാരങ്ങൾ തലച്ചോറിൽ കുത്തി നിറയ്ക്കപ്പെട്ട കുറേ ആളുകൾ, ഏതോ നൂറ്റാണ്ടുകൾ ജീവിക്കുന്ന, ഫ്യൂഡൽ കാലത്ത് ജീവിക്കുന്ന കുറേ മനുഷ്യർ തങ്ങളുടെ വർഗീയ ദ്രംഷ്ടകളുമായി പുറത്തേക്ക് വരികയും മുഖ്യമന്ത്രി അടക്കം ജാതീയമായി അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിനെതിരെ ഇത് നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്നത് എങ്ങനെയാണ് ചർച്ച ചെയ്യാതെ പോകുന്നത്? നമ്മളത് ചർച്ച ചെയ്യണം. ഈ വിഷയം ചർച്ച ചെയ്യണം. ഏതായാലും ഇതിൻ്റെ അന്തിമ വാക്ക് എവിടെയാണ്? സുപ്രീം കോടതിയിലാണ്. ഇത് കേരളത്തിലെ ഗവൺമെന്റിന് സുപ്രീം കോടതി വിധിയെ അന്തിമ വാക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിലാണ്. ജനാധിപത്യം അല്ലല്ല, ഭരണഘടനയ്ക്കുള്ളിലാണ് പിന്നെ എല്ലാം നിൽക്കുന്നത്. എല്ലാ സ്ഥാപനങ്ങളും അയ്യപ്പൻ്റെതായിക്കോട്ടെ. ആർട്ടിക്കൽ 25, 26 ഉണ്ട്. 25, 26 സംബന്ധിച്ച് നിയമപരമായി നിയമങ്ങൾ പരിശോധിച്ചുകൊണ്ട് നിയമങ്ങൾ പരിശോധിച്ചുകൊണ്ട് സുപ്രീം കോടതി വളരെ കൃത്യമായിട്ടുള്ള ഒരു ഏപ്രിൽ 17 കൃത്യമായിട്ടുള്ള ഒരു വിധി പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. ആര് പറഞ്ഞാലും
ആര് പറഞ്ഞാലും അതല്ല അല്ല ശരി, ആര് ശരി. പറഞ്ഞാലും ഓക്കേ, ഓക്കേ. അപ്പോൾ രാഹുൽ ഈശ്വരൻ എന്തായാലും സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെക്കാൾ മുകളിലാണ് കടകംപള്ളി എന്നുള്ളത് എന്തായാലും അതൊക്കെ ശരി. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.